ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തൃശ്ശൂർ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ 2025 ജൂലൈ 30 ബുധനാഴ്ച ജോബ് ഡ്രൈവ് നടക്കുന്നുണ്ട്. 4 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 1500-ലധികം തൊഴിലവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ഫോം ലിങ്ക് ഫിൽ ചെയ്തതിന് ശേഷം 30/7/2025 ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങളുടെ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ റെസിപ്റ്റ് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ഫോം ലിങ്കും കമ്പനികളെക്കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും പാലാ അൽഫോൺസ കോളേജും സംയുക്തമായി പ്രയുക്തി 2025 എന്ന പേരിൽ തൊഴിൽമേള നടത്തുന്നുണ്ട്. SSLC മുതൽ യോഗ്യതയുള്ള 18-ന് മുകളിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മേളയിൽ പങ്കെടുക്കാം. 50-ൽ പരം കമ്പനികളിൽ നിന്നായി 2000-ൽ പരം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 2 ശനിയാഴ്ച രാവിലെ 9 മുതൽ പാലാ അൽഫോൺസ കോളേജിൽ വെച്ചിട്ടാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റകളുടെയും 5 പകർപ്പുകളും കയ്യിൽ കരുതുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ പുതുപ്പറമ്പ് ഗവൺമെൻറ് വനിതാ പോളിടെക്നിക് കോളേജ് ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. THSLC ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ ജൂലൈ 30-ന് രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDFസിന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 45 വയസ്സ് തികയാത്ത ഗവൺമെൻറ് അംഗീകൃത 3 വർഷ ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത 3 വർഷ ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗും 1 വർഷത്തെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ഫീൽഡിലെ പ്രവൃത്തി പരിചയം, ഇലക്ട്രിക്കൽ മെഡിക്കൽ റെക്കോർഡിംഗിൽ പ്രധാന ആശുപത്രികളിലെ പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ തസ്തികയിലേക്കും, ഡിഗ്രിയും PGDCA മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയുള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ജൂലൈ 31-ന് രാവിലെ 10:30-നും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഓഗസ്റ്റ് 2-ന് രാവിലെ 10:30-നും അഭിമുഖം നടക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. +2 കമ്പ്യൂട്ടർ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. യോഗ്യരായവർ ജൂലൈ 30-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, മുനിസിപ്പൽ കോംപ്ലക്സ്, റോബിൻസൺ റോഡ്, പാലക്കാട് 678-001 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ വിക്ടോറിയ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട്. UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ബിരുദാനന്തര ബിരുദത്തിൽ 55%-ൽ കുറയാത്ത മാർക്ക് നേടിയവരെയും പരിഗണിക്കും. ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി ജൂലൈ 30-ന് രാവിലെ 10:30-ന് കോളേജിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്.
താൽപ്പര്യമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി സർട്ടിഫിക്കറ്റും RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും പ്രായം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ID കാർഡ് എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ 30 ബുധനാഴ്ച രാവിലെ 10:30 തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഹാജരാവണം. ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നവർ രാവിലെ 10-നും 11-നും ഇടയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.